ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് എന്നെ ഫോണിൽ കോൺടാക്റ്റ് ചെയ്തും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സർ, ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എന്നെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അവരെ കൂടുതലായിട്ട് ചേസ് ചെയ്യരുത്, അല്ലെങ്കിൽ കൂടുതൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടികളിൽ ചിലതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ട്രൈ ന്യൂ അപ്രോച്ച് എന്നുള്ളതാണ്. പുതിയ ഒരു സമീപനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അഥവാ നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് ഏത് രീതിയിലുള്ള സമീപനമാണോ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതേ സമീപനം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ചേഞ്ചും അവരിൽ വരത്തില്ല. നിങ്ങൾക്ക് അവരുടെ കൂടുതൽ ശ്രദ്ധ ലഭിക്കാനോ ഒന്നും സഹായകരമാവത്തുമില്ല. അപ്പോൾ അതിനു പകരം നിങ്ങൾ അവരോടിപ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്നത് എന്നുള്ളത് സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. സ്വയം അനലൈസ് ചെയ്തുകൊണ്ട് ആ കെയർ കുറയാനുള്ള കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക ആദ്യം. അങ്ങനെ ആ കാരണം മനസ്സിലാക്കുകയാണെങ്കിൽ ആ കാരണത്തിനുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. അഥവാ ട്രൈ ന്യൂ അപ്രോച്ച് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എപ്പോഴും പരാതി പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മേ ബി ചിലപ്പോൾ അതായിരിക്കാം അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ശ്രദ്ധക്കുറവും കെയർ കുറവിനും ഒക്കെ ഒരു കാരണമായി വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾ കംപ്ലയിൻസ് പറയുന്നത് കുറച്ച് നിർത്തുക. കുറച്ച് കാലത്തേക്ക് കംപ്ലയിൻസ് പറയുന്നത് നിർത്തുക. അതിന് പകരം അവരിൽ എന്താണോ പോസിറ്റീവായിട്ടുള്ളത് അത് പറഞ്ഞുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് കോൺഷ്യസ് ആയി തന്നെ ബോധപൂർവം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ എപ്പോഴും ദേഷ്യപ്പെടുന്ന, അല്ലെങ്കിൽ എപ്പോഴും ആ വ്യക്തിയുടെ കുറ്റവും കുറവും മാത്രം പറയുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ദേഷ്യപ്പെടുന്നതിന് പകരം സൗമ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓർഡർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഓർഡർ ചെയ്യുന്നതിന് പകരം ചോയ്സുകൾ നൽകുന്ന, അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ട് വിനയത്തോടു കൂടി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ബോധപൂർവം ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമീപനം മാറ്റുക. അത് ആശയവിനിമയത്തിലാണെങ്കിലും ബിഹേവിയറിലാണെങ്കിലും എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മേ ബി ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ ആശയവിനിമയോ ഒക്കെ ആയിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് പുതിയൊരു അപ്രോച്ച് സ്വീകരിക്കുക. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, പുതിയ രീതിയിലുള്ള ഒരു സമീപനത്തിലാണ് നിങ്ങളിപ്പോൾ എങ്കിൽ ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ട് നമുക്ക് വലിയ റിസൾട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിന് പകരം തുടർച്ചയായിട്ട് നിങ്ങൾ എന്ത് മാറ്റമാണോ നിങ്ങളുടെ സ്വഭാവത്തിലും സംസാരത്തിലും വരുത്തുന്നത് അത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ആ വ്യക്തി പെട്ടെന്ന് മാറിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനൊരു ടൈം ഫ്രെയിം നിങ്ങൾ നിശ്ചയിക്കാം. നിങ്ങൾക്ക് അത് തൊട്ടടുത്ത ദിവസമാകരുത്. ഒരു മിനിമം ഒരു 3 മാസമോ അതല്ലെങ്കിൽ ഒരു 6 മാസമോ ഒക്കെ നിശ്ചയിക്കുക. അപ്പോൾ ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ചുകൊണ്ട് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ആ പുതിയ അവരോടുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളത് തീരുമാനിച്ച് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവരിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, മേ ബി ചിലപ്പോൾ നമ്മുടെ തന്നെ മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കുക. മേ ബി ചിലപ്പോൾ അവരുടെ മിസ്റ്റേക്കും ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ അവരുടെ അറ്റൻഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം ആദ്യം ഇത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളാണെങ്കിൽ അതിനുള്ള ആ ഒരു റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്.
ഇനി നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക, അതിന് ചേസ് ചെയ്യുക, ഫോളോ ചെയ്യുക, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ഒരു പ്രൗഡ് തോന്നും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രൗഡ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് മാക്സിമം ഉയർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ സഹായിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അഥവാ നിങ്ങളുടെ ഇൻകം കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, അതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അതുപോലെ തന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ, കൂടുതൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്കില്ലുകളൊക്കെ നിങ്ങൾ പരിശീലിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തിയാവാനുള്ള ഒരു മുന്നൊരുക്കം നിങ്ങളിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് നന്നായിട്ട് കെയർ ചെയ്യുക, കൂടുതൽ ബ്യൂട്ടി ആകാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തി തൊട്ടപ്പുറത്ത് നിന്ന് ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇവ ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളിലൂടെ ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും അവരിത് അറിയാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റോ റിലേഷൻഷിപ്പോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവരിത് ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങളോട് കൂടുതൽ പുതിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് അട്രാക്ഷൻ വരികയും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു വരാനും നിങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ നൽകാനും ഒക്കെ അവർക്കൊരു താല്പര്യം കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കരഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യണമെന്ന് യാചിച്ചുകൊണ്ട് അവരുടെ പുറകെ പോകുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് നിങ്ങളോട് ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുക. നിങ്ങളൊരു ടൈം ഫ്രെയിം നിശ്ചയിച്ചുകൊണ്ട് നിങ്ങളുടെ അവരോടുള്ള ആ ഒരു അപ്രോച്ചിൽ മാറ്റം വരുത്തുക, അത് തുടരുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അറ്റൻഷൻ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഈ 4 ടിപ്സ് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള അറ്റൻഷൻ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.